ഇഷ്ടനാക്കി തീർത്തനാഥ പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എൻ്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എൻ്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എൻ്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. ഇത് ലോകത്തിലെ ആർക്കും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു വാക്ക്. ജീവൻ തന്ന സ്നേഹമേ. ആ സ്നേഹത്തോടാണ് നമ്മൾ തിരിച്ചു പറയുന്നത്, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, അത് വേറെ ആരും കവരത്തില്ല, കവരരുത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും നിർണയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പലരും ഈ ലോകത്തിൽ വിവിധ നിലകളിൽ മരണപ്പെട്ടിട്ടുണ്ട്. ചിലർ വാർദ്ധക്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, ചിലർ അപകടം വഴിയായി മരണപ്പെട്ടിട്ടുണ്ട്, ചിലർ പെട്ടെന്ന് രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്, ചില കൊലപാതകങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്, ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രക്തസാക്ഷി മരണം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഏതോ ഒരു വിഷയത്തിന്റെ മുഖത്തുള്ള സ്വാഭാവിക മരണങ്ങളും
ആകസ്മികമായ അല്ലെങ്കിൽ ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി ജീവനെ തന്നവൻ ഒരുവനേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേര് ഇവിടെ രേഖപ്പെടുത്താത്തതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ആ വാക്യം നോക്കി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും. ആളുടെ പേരവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും പാപവിമോചനത്തിനായി, എല്ലാവരുടെയും ശാപവിമുക്തിക്കായി, മാനവകുലത്തിന് മുഴുവനും വേണ്ടി ജീവനെ തന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നമ്മളെ ഇത്രയധികം ജീവൻ തന്ന് അവസാനത്തുള്ളി രക്തം തന്ന് നമ്മളെ സ്നേഹിച്ച കർത്താവിനോട് നമുക്ക് തിരിച്ചു പറയാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെയാണ്. യേശുവേ, പ്രിയ കർത്താവേ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രമാണ്, അത് വേറെ ആരും കവരത്തില്ല. ഞാൻ ബൈബിളിൽ വായിച്ചിട്ട് ഏറ്റവും എന്നെ ടച്ച് ചെയ്തൊരു ഭാഗമുണ്ട്. അത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇതൊന്നിനും. ഞാൻ ഒരു 10 കൂട്ടം കാര്യങ്ങൾ അവിടെ വായിച്ചു. നിങ്ങൾക്ക് വേണേൽ കൗണ്ട് ചെയ്യാം. അതിന്റെ റോമർ 8:38-39 മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ. 10 കാര്യങ്ങൾ. ഇതിനൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല. അതിനകത്ത് ഞാൻ ഒരു കാര്യം എന്ന് എടുത്തു പറയട്ടെ. ദൂതന്മാർക്കോ നമുക്കറിയാം, അശൂർ പാളയത്തില് ഒരു രാത്രിയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് 1,85,000-ത്തിലധികം ആളുകളെ തീർത്തു കളഞ്ഞു. അത്ര ശക്തന്മാരാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന വിശുദ്ധ ദൂതന്മാർ എന്ന് പറയുന്നത്. ഈ ദൂതന്മാർ മുഴുവനും ചേർന്നിട്ട് നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വലിക്കാൻ നോക്കിയാലും, പിടിക്കാൻ നോക്കിയാലും, അടർത്താൻ നോക്കിയാലും ഇളകി വരത്തില്ലെങ്കിൽ ദൂതന്മാർക്കില്ലാത്ത ശക്തിയല്ലേ ക്രിസ്തുവിന്റെ സ്നേഹത്തിനുള്ളത്? ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കുമില്ലാത്ത ശക്തിയല്ലേ കർത്താവിന്റെ സ്നേഹത്തിനുള്ളത്? അതുകൊണ്ട് ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആ സ്നേഹമാ നിങ്ങളെ തൊട്ടിരിക്കുന്നേ, ആ സ്നേഹമാ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നേ. അതുകൊണ്ട് ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും, ഒരു മരണത്തിനും, ഒരു തിന്മയ്ക്കും, ഒരു തകർച്ചയ്ക്കും, ഒരു ശത്രുവിനും ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കില്ല. സ്റ്റിൽ ജീസസ് ലവ്സ് യു. ഇപ്പോഴും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ അല്പം പുറകോട്ട് പോയി കാണാം, അല്പം പ്രാർത്ഥന കുറഞ്ഞു കാണാം, അല്പം ദൈവത്തിലുള്ള ബന്ധത്തിൽ നിന്നൊക്കെ ഇച്ചിരി ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുമായിരിക്കാം. പക്ഷെ ഇപ്പോഴും 2 കരങ്ങളും നീട്ടി നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പാടാൻ കഴിയണം, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും അത് കവരുകയില്ല. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ